നാറ്റോ സഖ്യത്തിന് കർശന മുന്നറിയിപ്പുമായി ട്രംപ്. പിന്തുണ നൽകുന്നതിൽ പരാജയപ്പെട്ടാൽ ഗുരുതര പ്രത്യാഘാതം. അംഗരാജ്യങ്ങളുടെ ഇടപെടൽ കാര്യക്ഷമമല്ലെന്നും അമേരിക്കൻ പ്രസിഡന്റ്. ഇറാൻ പ്രസിഡന്റുമായി സംസാരിച്ച് മാക്രോൺ. അന്നും ഇന്നും എന്നും ഭക്തർക്കൊപ്പം. വീണ്ടും വിശ്വാസികളെയും അയ്യപ്പനെയും അവഹേളിച്ച് എം മണി MLA. അയ്യപ്പനെ ഒരു സ്ത്രീ പ്രസവിച്ചതല്ലേ എന്നും ആരും ഛർദ്ദിച്ചതല്ലോ എന്നുമായിരുന്നു എം മണിയുടെ വാക്കുകൾ. ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സ്വകാര്യ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് പരാമർശം. യുവതീ പ്രവേശന വിഷയത്തിൽ സർക്കാർ വിശ്വാസികളെ കബളിപ്പിക്കുന്ന നിലപാട് തുടരുന്നതിനിടെയാണ് എം മണിയുടെ ഈ പരാമർശം. അയ്യപ്പനെ സ്ത്രീ പ്രസവിച്ചതില്ലേ, പ്രസവിച്ചതാണെന്നാണല്ലോ ചരിത്രം, അല്ല ഛർദ്ദിച്ചതല്ലല്ലോ. അയ്യപ്പനെ മണിയെ സ്ത്രീ പ്രസവിച്ചത്, എൻ്റെ അമ്മ പ്രസവിച്ചതാണ്. ഈ രാജ്യത്ത് എല്ലാവരും ജനിച്ചത് അങ്ങനെയാണ്. അച്ഛനും അമ്മയും ഇണചേർന്ന് അമ്മമാർ പ്രസവിച്ച് ഉണ്ടായതാണ്. അയ്യപ്പനും അങ്ങനെ ഉണ്ടായത്. പിന്നെ സ്ത്രീയെ നിരോധിക്കുന്നതിൽ എന്താ കാര്യം? എനിക്ക് എൻ്റെ യുക്തി മനസ്സിലായി. എല്ലാ കാര്യത്തിനും സ്ത്രീ വേണം. പിന്നെ എന്തിന്? എൻ്റെ ചിന്തയല്ല, സാമാന്യ തത്വം പറ. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി മനോജ് ചേരുന്നു. മനോജ്, സഭ്യമല്ലാത്ത ഭാഷാ പ്രയോഗം നടത്തുന്നത് മണിയുടെ ഒരു പതിവ് ശൈലിയാണ്. ഇവിടെ നിലവിലിപ്പോൾ അയ്യപ്പനെയും വിശ്വാസികളെയും അവഹേളിക്കുന്ന തരത്തിലാണ് മണി MLA പ്രതികരിച്ചിരിക്കുന്നത്. ഒരു പൊതുപ്രവർത്തകന് ഒരിക്കലും ചേരുന്നതല്ല അദ്ദേഹത്തിൻ്റെ ഭാഷ എന്നുള്ളത് ഏവർക്കും അറിയാവുന്ന കാര്യവുമാണ്. അതിലുപരി വ്യക്തിപരമായ പരാമർശം എന്നതിലുപരി നമുക്ക് മാറ്റിവെക്കുകയാണെങ്കിൽ നിലവിൽ MLA ആണ്, സർക്കാരിൻ്റെ പ്രതിനിധിയാണ്. അപ്പോൾ പറയാൻ പാടില്ലാത്തത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ശബരിമല യുവതീ പ്രവേശനത്തിൽ സർക്കാർ സ്വീകരിക്കുന്ന, ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സ്വീകരിച്ചിരിക്കുന്ന നിലപാടൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അത് പൊള്ളയാണ് എന്നുള്ളത് ഏവർക്കും അറിയാം. ഇപ്പോൾ മണിയുടെ ഈ ഒരു വളരെ നിഷേധാത്മകമായ ഒരു നിലപാട്, അവഹേളനപരമായ ഒരു നിലപാട് അല്ലെങ്കിൽ പരാമർശം വന്നതിലൂടെ സർക്കാരിൻ്റെ കൂടിയല്ലേ പ്രതിച്ഛായ നഷ്ടപ്പെടുന്നത്? ഒരുപക്ഷെ സർക്കാർ പുലർത്തുന്ന ഒരു ഇരട്ടത്താപ്പ് തന്നെയല്ലേ ഇതിലൂടെ വ്യക്തമാകുന്നത്? തീർച്ചയായും രോഹിണി, ഈ സഭ്യമായ ഭാഷ എന്നുള്ളത് മണിയെ സംബന്ധിച്ചിടത്തോളം തൊട്ടുപോലും ഇല്ലാത്ത സാധനമാണ്. അതായത് മണിയുടെ അടുത്തുകൂടെ പോലും ഇത്തരത്തിലുള്ള സഭ്യത എന്നുള്ള ഒരു വാക്ക് പോയിട്ടില്ല എന്നതിന് ഉദാഹരണമാണ് അദ്ദേഹത്തിൻ്റെ പല പരാമർശങ്ങളും. അത്തരത്തിലുള്ള ഒരു ലൈസൻസ് കൂടെ മണിക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് അതിനെ മുതലെടുക്കുകയാണോ എന്നും കൂടെ നമ്മൾ പരിശോധിക്കണം. അതായത് ഏറെക്കാലമായി തന്നെ ഇങ്ങനെയുള്ള പ്രയോഗങ്ങളൊക്കെ നടത്തിയ ശേഷം അതൊക്കെ തൻ്റെ നാടൻ ശൈലിയാണ്, അല്ലെങ്കിൽ മണി അത്തരത്തിൽ നാടൻ ശൈലി പ്രയോഗക്കാരാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് അതിനെ പറയുന്നത്. എന്തായാലും അത്തരത്തിലൊന്നുമല്ല, ഇത് ഒരു വിശ്വാസ സംബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. ഹൈന്ദവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, അയ്യപ്പ ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഏറെ വേദനയുണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഈ മണി പറയുന്നത്. മണി CPMൻ്റെ മുതിർന്ന നേതാവാണ്. അത്തരത്തിലൊരു മുതിർന്ന നേതാവ് തന്നെ പറയുകയാണ് ഈ അയ്യപ്പൻ്റെ ഈ ജന്മത്തെക്കുറിച്ചും അതിനെയൊക്കെ വളരെ മോശമായ രീതിയിൽ പ്രതികരിക്കുന്നു. അതോടൊപ്പം തന്നെ എന്തുകൊണ്ടാണ് ശബരിമലയിൽ സ്ത്രീകളെ കയറ്റാത്തത് എന്നൊക്കെയാണ് ചോദ്യം. ഒരിക്കലും ശബരിമലയിൽ സ്ത്രീകളെ നിരോധിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിൽ നമുക്ക് എടുത്തു പറയേണ്ട കാര്യം. ക്ഷേത്ര സംബന്ധമായിട്ടുള്ള ചില ആചാരങ്ങളുണ്ട്, അതിൽ പ്രായ പരിമിതിയുണ്ട്. അതൊക്കെ തന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യവുമാണ്. അതിൽ തന്നെ CPM നിലപാട് മാറ്റത്തിനായി നിൽക്കുന്നുണ്ട്, നിലപാട് മാറുന്നുണ്ടെന്ന് പറയുന്നു. അത് വിശ്വാസികളെ കബളിപ്പിക്കാനാണെന്ന് വ്യക്തമാകുന്നു. അത്തരത്തിലൊരു നിലപാട് പാർട്ടി സ്വീകരിക്കുമ്പോഴാണ് പാർട്ടി നേതാവ് തന്നെ ഇങ്ങനെ ഹൈന്ദവ വിരുദ്ധത പ്രചരിപ്പിക്കുന്നത്, ഹൈന്ദവ വിരുദ്ധ പരാമർശങ്ങൾ നടത്തുന്നത്. എന്തായാലും ഞാൻ പറഞ്ഞിരുന്നു, ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് അയ്യപ്പ ഭക്തർ വ്രതം നോറ്റ് മാലയിട്ട് ഈ മല ചവിട്ടി അയ്യപ്പനെ ദർശിക്കാനായി എത്തുകയാണ്. നട തുറന്നിരിക്കുകയാണ്. ഈ ദിവസങ്ങളിലൊക്കെ തന്നെ ഒരുപാട് പേരെത്തുന്ന ഒരു സമയമാണ്. പക്ഷേ ഇതൊന്നും തന്നെ മാനിക്കാതെ, അതായത് ഭക്തരുടെ വിശ്വാസത്തെ മാനിക്കാതെ അതിനെ അവഹേളിക്കുന്ന തരത്തിൽ അവരാരെയാണോ ആരാധിക്കുന്നത്, ആരെയാണോ ദർശിക്കാനായി എത്തുന്നത്, ആ ചൈതന്യത്തെ അവഹേളിച്ചുകൊണ്ട് അല്ലെങ്കിൽ സാധാരണയായ രീതിയിൽ ഒരു
ഒരു വ്യക്തിയെ പരാമർശിക്കുന്ന രീതിയിൽ, ഒരു വ്യക്തിഹത്യ നടത്തുന്ന രീതിയിലേക്ക് ആണ് ഈ എം മണിയുടെ പരാമർശം വന്നിരിക്കുന്നത്. അത് ഒരു വിശ്വാസപ്രകാരമാകുമ്പോൾ സ്വാഭാവികമായും വലിയൊരു ജനതയെ അവഹേളിക്കുകയാണ് എം മണി. എന്തായാലും ഇങ്ങനെ പൊതുമധ്യത്തിൽ പോലും ഇത്തരം പരാമർശം നടത്തുന്ന എം മണിക്ക് ഇത് പുത്തരിയല്ല എന്നുള്ളതാണ്. അതിൽ പാർട്ടി ഒരിക്കലും വിശദീകരണമോ അല്ലെങ്കിൽ മറ്റ് ചോദ്യമോ ചോദിക്കില്ല എന്നുള്ളതും എം മണിയെ സംബന്ധിച്ചിടത്തോളം ഒരു ധൈര്യമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഹൈന്ദവ വിരുദ്ധ പരാമർശം കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ പലയിടങ്ങളിലും ആവർത്തിച്ച് പറയുന്നത്. അത് എം മണി മാത്രമല്ല, എം സ്വരാജ് ആയാലും അതോടൊപ്പം തന്നെ ഗണപതി മിത്താണെന്ന് പറഞ്ഞ ആളുകളായാലും അത്തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ നടത്തിയ ശേഷം ഈ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ മാത്രം തങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണെന്ന് പറയുന്നു എന്നതാണ്. മനോജ്, ദയവായി തുടരുക. നമുക്ക് ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നതിനായി അതിഥികളും കൂടി ചേരുന്നുണ്ട്. ഇപ്പോൾ VHP സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അനിൽ വിളയിൽ നമ്മളോടൊപ്പം ചേരുകയാണ്. ശ്രീ അനിൽ വിളയിൽ, നമുക്കറിയാം എം മണിയുടെ പ്രാദേശിക ശൈലി എന്നുള്ള വ്യാഖ്യാനത്തിൻ്റെ പുറത്ത് സഭ്യമല്ലാത്ത രീതിയിൽ പെരുമാറുന്നത് ഇതിനു മുൻപും കണ്ടിട്ടുള്ളതാണ്. അതൊക്കെ പ്രാദേശിക ശൈലി എന്ന് പറയുമ്പോഴും ഇത്തവണ എം മണി അയ്യപ്പനെ അവഹേളിക്കുന്ന ഒരു നിലപാടിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ച് എം മണിക്ക് താക്കീതൊന്നും വരില്ല എന്നുള്ളത് ഏവർക്കും അറിയാവുന്ന കാര്യവുമാണ്. സർക്കാരിൻ്റെ നിലപാടും ഈ വിഷയത്തിൽ മറ്റൊന്നുമാകില്ല എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. പക്ഷേ നിലവിൽ ഈ ഹൈന്ദവ വിശ്വാസികളെയും അയ്യപ്പനെയും ഒക്കെ അവഹേളിക്കുന്ന തരത്തിൽ എം മണി സംസാരിക്കണമെങ്കിൽ അത് നമുക്കറിയാം ഇപ്പോൾ നിലവിലുള്ള ഒരു സർക്കാരിൻ്റെ നയമാണ്, അവരുടെ ഇരട്ടത്താപ്പാണ് എന്നുള്ളത് വ്യക്തമാകുകയല്ലേ. ശബരിമല യുവതീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാർ ഇപ്പോൾ ടേൺ അടിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ അത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഒരു പ്രഹസനമാണെന്നിരിക്കെ നിലപാടിൽ യാതൊരു മാറ്റവും വന്നിട്ടില്ല. ഹൈന്ദവ വിശ്വാസികളെ അവഹേളിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്ന ആ ഒരു ഇരട്ടത്താപ്പ് തുടർ നടപടി തന്നെയാണ് ഇപ്പോഴും ഈ ജനപ്രതിനിധികളൊക്കെ ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമല്ലേ എം മണിയുടെ ഈ വാക്കുകൾ, അയ്യപ്പനെ അവഹേളിക്കുന്ന ഈ വാക്കുകൾ? അദ്ദേഹം പറഞ്ഞ ആ പ്രയോഗം യഥാർത്ഥത്തിൽ അത് ആപ്ലിക്കബിൾ ആയ വ്യക്തി എം മണി തന്നെയാണ്. അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വരുന്നത് കേൾക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ രീതിയിലാണ് അദ്ദേഹം ഉണ്ടായതെന്നേ നമുക്ക് കരുതാൻ സാധിക്കുകയുള്ളൂ. CPM-നെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും CPM നേതാക്കന്മാർ അയ്യപ്പസ്വാമിയെ നിരന്തരമായി കളിയാക്കുകയാണ്. സ്വരാജ് ഉൾപ്പെടെയുള്ള ആൾക്കാർ അയ്യപ്പന്റെ വിവാഹം നടത്തി കൊടുക്കുന്നതിനെ പറ്റി നടത്തിയ പ്രസംഗം നമുക്കറിയാം. ഇന്ന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി നിൽക്കുന്ന അല്ലെ പുറത്തുപോയ G സുധാകരൻ പറഞ്ഞത് നമുക്കറിയാം, ശ്രീമതി ടീച്ചർ പറഞ്ഞത് നമുക്കറിയാം. അതുകൊണ്ട് CPM-ന്റെ അടിസ്ഥാനപരമായ നയമാണ് ഇത്തരത്തിലുള്ള ആൾക്കാരെ കയറൂരി വിട്ടുകൊണ്ട് ഹിന്ദുത്വത്തെ അവഹേളിക്കുക എന്നുള്ളത്. മണിയെ സംബന്ധിച്ചിടത്തോളം വായിൽ വരുന്നത് കോതയ്ക്ക് പാട്ട് എന്നുള്ള രീതിയിലാണ് പോകുന്നത്. യാതൊരു വിധമായ സംസ്കാരവും തൊട്ട് തീണ്ടിയിട്ടില്ലാത്തൊരു വ്യക്തിയാണ് അദ്ദേഹം. ആരെ പറ്റി എന്തും പറയാം. എനിക്കെതിരെ പാർട്ടിയേക്കാൾ വലുതാണ് ഞാൻ, എനിക്കെതിരെ പാർട്ടി യാതൊരു വിധമായ നടപടികളും സ്വീകരിക്കില്ല, ഈ ഒരു മനോഭാവത്തോടു കൂടിയാണ് അദ്ദേഹത്തിന്റെ സംസാരം. ഇത് കൊളോക്കിയൽ ലാംഗ്വേജ് ആണ്, അല്ലെങ്കിൽ ഇടുക്കി മേഖലയിലെ അദ്ദേഹത്തിന്റെ സംസാര ശൈലിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പാർട്ടി അതിനെ ലഘൂകരിക്കുകയാണ്. ആ ലഘൂകരിക്കുന്നത് വിനാശകാലേ വിപരീത ബുദ്ധി. ഈ തെരഞ്ഞെടുപ്പിലെ ശക്തമായ തിരിച്ചടി പാർട്ടി അയ്യപ്പസ്വാമിയെ കൊണ്ട് നേടും, അല്ലെ അയ്യപ്പസ്വാമി വഴി കിട്ടുമെന്നുള്ളത് സത്യമായൊരു വസ്തുതയാണ്. അതുകൊണ്ട് മണി ഉൾപ്പെടെയുള്ള ആൾക്കാര് ഈ അവഹേളനം തുടരുക തന്നെ ചെയ്യും. സ്വരാജ് ആയിക്കൊള്ളട്ടെ, ശ്രീമതി ടീച്ചർ ആയിക്കൊള്ളട്ടെ, സുധാകരൻ ആയിക്കൊള്ളട്ടെ, എം മണി ആയിക്കൊള്ളട്ടെ, എല്ലാവർക്കും പാർട്ടി അയ്യപ്പനെ അവഹേളിക്കാനുള്ള ലൈസൻസ് കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് കൃത്യമായി ആപ്ലിക്കബിൾ ആകുന്ന വ്യക്തി എം മണി തന്നെയാണ്. അദ്ദേഹം എങ്ങനെയാണ് ജനിച്ചത് എന്നുള്ളത് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ കൂടി പരാമർശിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് ഇത്തരത്തിലുള്ള തോന്നിയവാസങ്ങൾ വരുന്നത്. സമൂഹം ഇതിനെ കാത്തിരിക്കുകയാണ്. തെറിക്കുത്തരം മുറിപ്പത്തൽ, മണി ഉൾപ്പെടെയുള്ള ആൾക്കാരെ സമൂഹം മുറിപ്പത്തൽ വെട്ടി അടിക്കുന്ന ഒരു കാലഘട്ടം വരും. അത് ഈ തെരഞ്ഞെടുപ്പിൽ ബാലറ്റിന്റെ രൂപത്തിലായിരിക്കും അത് കിട്ടുക എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇവരുടെ നയം ടേൺ എന്നൊക്കെ പറയുന്നതൊന്നും യാതൊരു വിധമായിട്ടുള്ള ധാർമ്മികതയുള്ള കാര്യമല്ല. ഇവരുടെ അടിസ്ഥാന പ്രമാണം അയ്യപ്പസ്വാമിയെ നശിപ്പിക്കുക, അയ്യപ്പസ്വാമിയെ അവഹേളിക്കുക എന്നുള്ളതാണ്. അത് മാത്രമല്ല ശ്രീ അനിൽ വിളയിൽ, ഇപ്പോൾ എം മണി മാത്രമല്ല അയ്യപ്പനെ അവഹേളിച്ചുകൊണ്ട് CPM-ന്റെ ധാരാളം നേതാക്കൾ പലപ്പോഴായി പറഞ്ഞിട്ടുള്ള പ്രസ്താവനകളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇവിടെ എം മണിയെ സംബന്ധിച്ചിടത്തോളം പ്രാദേശിക ഭാഷാ ശൈലി എന്നൊക്കെയുള്ള ചില ലൈസൻസുകൾ അനുവദിച്ചുകൊണ്ട് എന്ത് തരത്തിലുള്ള സഭ്യമല്ലാത്ത രീതിയിലുള്ള ഏത് തരത്തിലുള്ള വിടുവായത്തരവും പറയാനുള്ള ഒരു അനുമതി നൽകിയിരിക്കുകയാണ്. അതൊരു മറ മാത്രമാണല്ലേ? കാരണം ഇപ്പോൾ വളരെ ഉന്നത വിദ്യാഭ്യാസം നേടിയ ഒരു IAS അല്ലെങ്കിൽ കളക്ടർ
കളക്ടറെ ഉൾപ്പെടെ അധിക്ഷേപിക്കുന്നു. തങ്ങളുടെ തൊഴിലിടങ്ങളിലെ അവകാശത്തിനായി പോരാടുന്ന സാധാരണക്കാരായ തോട്ടം തൊഴിലാളികളെ അവഹേളിക്കുന്നു. അതിൽ നിന്നൊക്കെ തുടങ്ങി ഹൈന്ദവ വിശ്വാസികളെ അവഹേളിക്കുന്നു. അങ്ങനെ എത്തി നിൽക്കുകയാണ് ഈ പ്രാദേശിക ഭാഷാശൈലി. അപ്പോൾ നമുക്ക് എടുത്തു പറയേണ്ടിയിരിക്കുന്നു, ഇതെപ്പോഴും ഹൈന്ദവരോടാണ് ഇത്തരത്തിലുള്ള ഈ നെറികേടുകളൊക്കെ കാണിക്കുന്നത് എന്നുള്ളത് കൂടി എടുത്തു പറയേണ്ടതല്ലേ? തീർച്ചയായിട്ടും വയസ്സ് ചെല്ലുമ്പോൾ സാധാരണ കുറെ ആൾക്കാർക്കൊക്കെ ചില തരത്തിലുള്ള ഫ്രസ്ട്രേഷൻ ഉണ്ടാവുക എന്ന് പറയാറുണ്ട്. അത് മണിയെ സംബന്ധിച്ചിടത്തോളം പ്രായമായപ്പോഴല്ല, അദ്ദേഹം ഓർമ്മ വെച്ച നാൾ ഇത്തരത്തിലുള്ള ഫ്രസ്ട്രേഷനാണ്. അദ്ദേഹത്തിന് ഒരു മാനസിക രോഗ ചികിത്സയ്ക്ക് CPM വിധേയനാക്കണം, അല്ലെങ്കിൽ നാട്ടുകാർ പിടിച്ചുകെട്ടി അത്തരത്തിലുള്ള ട്രീറ്റ്മെന്റ് അദ്ദേഹത്തിന് കൊണ്ടുപോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം അത്തരത്തിലുള്ള തോന്നിവാസങ്ങളാണ് അയാൾ വിളിച്ചു പറയുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. താൻ എന്തോ വലിയ സംഭവമാണ്, ഇടുക്കി മേഖലയിൽ ഞാനാണ് കിരീടം വെക്കാത്ത രാജാവ്, CPM എനിക്ക് താഴെ മാത്രമേ ഉള്ളൂ, ചുമന്ന കൊടിക്ക് താഴെയല്ല എൻ്റെ സ്ഥാനം, ചുമന്ന കൊടിയുടെ മുകളിലാണ് എൻ്റെ സ്ഥാനം എന്ന രീതിയിലാണ് അദ്ദേഹം ഇടപെടുന്നത്. അത് കൊളോക്കിയൽ ലാംഗ്വേജും ഗ്രാമീണ ഭാഷയോ ഒന്നുമല്ല, അടി കിട്ടാത്തതിന്റെ കുഴപ്പമാണ്. ആരെങ്കിലും ഇടയ്ക്ക് അറിയാമല്ലോ അദ്ദേഹത്തിന്റെ 1, 2, 3 പ്രസംഗം പിടിച്ച പുലിവാല്, അതേപോലെ പുലിവാല് പിടിക്കുക, പാർട്ടിയെ കൊണ്ട് പുലിവാല് പിടിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് അയാളുടെ ലക്ഷ്യം. കാരണം ഇപ്പൊ സീറ്റൊന്നും കിട്ടിയിട്ടില്ല. ഈ ടൈമിൽ സീറ്റ് കിട്ടാത്തപ്പോൾ എങ്ങനെയെങ്കിലും എനിക്ക് ശേഷം പ്രളയം എന്ന പോളിസിയാണ്, പരമാവധി സീറ്റുകൾ കുറയ്ക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടായിരിക്കുമല്ലോ അയാൾ ഇങ്ങനെ പറഞ്ഞത്. അല്ലെങ്കിൽ ഇലക്ഷൻ പ്രഖ്യാപിച്ച് കഴിഞ്ഞുടനെ ഇങ്ങനെ പറയാനുള്ള ധൈര്യം ആർക്കാണ് ഉണ്ടാകുന്നത്? അതുകൊണ്ട് ഇയാളെയൊക്കെ സമൂഹം അത് കൈകാര്യം ചെയ്യുന്ന ഒരു നാൾ വരും. അതെ, വളരെ നന്ദി ശ്രീ അനിൽ വിളയിൽ പ്രതികരിച്ചതിന്. മനോജിലേക്ക് വീണ്ടും പോകുകയാണ്. മനോജ്, ഒരു ഭാഗത്ത് ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട നിലപാട് അറിയിക്കാൻ പറഞ്ഞപ്പോൾ തങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണ് എന്നുള്ള ഒരു നിലപാടിലേക്ക് സർക്കാർ എത്തി. അങ്ങേയറ്റം ചിരി പടർത്തുന്നതായിരുന്നു ആചാരങ്ങൾ സംരക്ഷിക്കും എന്നുള്ള ആ കൂട്ടിച്ചേർക്കലുകൾ കൂടി. അങ്ങനെയാണെങ്കിൽ എന്തായിരുന്നു യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നേരത്തെ 2018 സർക്കാർ സ്വീകരിച്ചത് എന്നുള്ള ചോദ്യത്തിന് അപ്പോൾ മൗനം മാത്രമാണ് ഉത്തരമായി വരുന്നത്. പക്ഷേ തങ്ങൾ അന്നും ഇന്നും ഒക്കെ ഇത്തരം നിലപാടുകളുമായി പിന്തുടർന്നു വന്നവരാണ് എന്നൊക്കെ CPM സംസ്ഥാന സെക്രട്ടറി വാതോരാതെ മാധ്യമങ്ങൾക്ക് മുൻപാകെ പറയുന്നത് നമ്മൾ കണ്ടതാണ്. അതിങ്ങനെ ഒരു ഭാഗത്ത് തകൃതിയായി നടക്കുമ്പോഴാണ് മറുഭാഗത്ത് ഹൈന്ദവരെയും ഹൈന്ദവ വിശ്വാസങ്ങളെയും ഒക്കെ അവഹേളിക്കുന്ന നിലപാട്. അയ്യപ്പനെ ഇത്തരത്തിൽ MM മണിക്ക് അവഹേളിച്ചുകൊണ്ട് സംസാരിക്കേണ്ട യാതൊരു കാര്യവുമില്ല. പക്ഷേ വീണ്ടും ഇത്തരം CPM നേതാക്കൾ ഇങ്ങനെ ആവർത്തിക്കുന്നത് എന്ത് അടിസ്ഥാനത്തിലാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. തീർച്ചയായും ഇത്തരം ചർച്ചകളിൽ സഭ്യമായ രീതിയിൽ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കാൻ ഏതൊരു നേതാക്കൾക്കും അവകാശമുണ്ട്. എന്താണോ തങ്ങളുടെ പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന നിലപാട് അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള നിലപാട് എന്നുള്ളത് സഭ്യമായ രീതിയിൽ വ്യക്തമാക്കാം. പക്ഷേ ഇത്തരത്തിൽ അവഹേളിക്കുന്ന തരത്തിൽ ഇതൊക്കെയാണ് തനിക്ക് പറയാനുള്ളത് എന്നുള്ള രീതിയിൽ ഈ പരാമർശം അത് ഏവരെ സംബന്ധിച്ചും ഒരു വേദന ഉള്ള കാര്യമാണ്. കാരണം ഇങ്ങനെ ഒരു CPM നേതാവിനെ പൊതുമധ്യത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അഭിമുഖത്തിൽ വന്നിരുന്ന് പറഞ്ഞിട്ട് പോകാനുള്ള ഒരു ലൈസൻസ് അത് പാർട്ടി തന്നെ കൊടുത്തിരിക്കുകയാണ് എന്നതാണ്. അതോടൊപ്പം തന്നെ ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് യുവതീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട് 2018 ഇന്നും നാമജപ ഘോഷയാത്ര നടത്തിയ ഒരുപാട് അമ്മമാർക്കും അതോടൊപ്പം തന്നെ അതിൽ പങ്കെടുത്തിട്ടുള്ള മറ്റു ഭക്തർക്കുമെതിരെ എടുത്തിട്ടുള്ള കേസുകൾ, ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം എടുത്തിട്ടുള്ള കേസുകളൊക്കെ തന്നെ ഇന്ന് നിലവിൽ നിൽക്കുകയാണ്. ഈ CPMന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കം മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിരുന്ന് ചിരിച്ചുകൊണ്ട് പറയുമ്പോഴും തങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണെന്നൊക്കെ പറയുമ്പോഴും ഈ വിശ്വാസികൾക്ക് നേരെ എടുത്ത കേസുകൾ, അത് ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാർ എടുത്ത കേസുകൾ ഇന്നും നിലനിൽക്കുകയാണ്. പക്ഷേ അതേ വിഷയത്തിൽ തന്നെ വോട്ട് കിട്ടുമോ എന്നുള്ള ഒരു ആശങ്ക കൊണ്ട് ഈ നിലപാട് മാറ്റം അത് CPMനെ സംബന്ധിച്ചിടത്തോളം ഇന്നോ ഇന്നലെയോ അല്ല ഈ നിലപാട് മാറ്റം അല്ലെങ്കിൽ നയമാറ്റമൊക്കെ വരുന്നത്. പക്ഷേ ഇത്തരത്തിൽ തങ്ങൾ നിലപാട് മാറ്റുന്നുവെന്ന് വിശ്വസിപ്പിച്ചുകൊണ്ട് മറുഭാഗത്ത് ഇത്തരത്തിലുള്ള നേതാക്കളെ ഇറക്കിവിട്ട് ഹൈന്ദവ വിരുദ്ധ പരാമർശങ്ങൾ തുടരുകയാണ് എന്നുള്ളതാണ്. അതായത് ഇതുവരെ ഈ ഹൈന്ദവ വിരുദ്ധ പരാമർശങ്ങൾ നടത്തിയ ഒരു നേതാക്കൾക്കെതിരെയും CPM വിശദീകരണം ആവശ്യപ്പെട്ടിട്ടില്ല, CPM നടപടി ഉണ്ടായിട്ടില്ല. അതുതന്നെയാണ് വീണ്ടും നേതാക്കളെ ഇതിന് പ്രേരിപ്പിക്കുന്നത്. സാധാരണയായി കമ്മ്യൂണിസ്റ്റുകളും ദൈവവിശ്വാസികളും എന്നുള്ള രീതിയിൽ അതിനെ ഒരിക്കലും ഒന്നിച്ചു ചേർക്കാൻ കഴിയാത്ത ഒന്നാണ് എന്ന് നമുക്കറിയാം. അതായത് ഒരു കമ്മ്യൂണിസ്റ്റുകാരന് ഒരിക്കലും ഒരു വിശ്വാസിയായി മുന്നോട്ട് പോകാൻ സാധിക്കുമോ എന്നതാണ്. അതായത് അത് ഈ ഹൈന്ദവ വിശ്വാസിയായി മുന്നോട്ട് പോകാൻ സാധിക്കുമോ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. കാരണം ഈ ശബരിമലയിൽ മാലയിട്ട നേതാക്കളോട് പോലും വിശദീകരണം ചോദിച്ച ഒരു പാർട്ടിയാണ് CPM. അതേ സമയത്ത് തന്നെയാണ് മറ്റ് തരത്തിലുള്ള മതവിശ്വാസങ്ങളെ അല്ലെങ്കിൽ വർഗീയ ശക്തികളുടെ പിന്തുണ
പിന്തുണയ്ക്ക് വേണ്ടി അവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ CPM തയ്യാറാകുന്നത്. എന്തായാലും ഇങ്ങനെയുള്ള പരാമർശങ്ങൾ നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമ്പോഴും അതിനെ എന്തെങ്കിലും ആയിക്കോട്ടെ, അല്ലെങ്കിൽ അതൊരു മുതിർന്ന നേതാവാണ്, അദ്ദേഹം ഇത്തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഭാഷാ ശൈലി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ ലഘൂകരിക്കുകയാണ് CPM. അത് പല കാര്യത്തിലും അത്തരത്തിൽ തന്നെയാണ്. പക്ഷേ ഇങ്ങനെ ഒരു ലൈസൻസ് കിട്ടിയത് MM മണിയെ സംബന്ധിച്ചിടത്തോളം അത് ഒരു മുതലെടുപ്പ് കൂടെയാണ്. കാരണം ഏത് വേദിയിൽ പോയി നിന്ന് എന്തും പറയാം എന്നുള്ള ഒരു ലൈസൻസ് അത് MM മണിക്കുണ്ടെന്ന് ഈ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. പക്ഷേ ആ വാക്കുകൾ അത് വിശ്വാസങ്ങളെ അവഹേളിക്കുന്ന തരത്തിലാണെങ്കിൽ, അല്ലെങ്കിൽ ഭക്തരെ വേദനിപ്പിക്കുന്ന തരത്തിലാണെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട്. അത് പാർട്ടി എങ്ങനെയാണോ ഈ ഇരട്ടത്താപ്പ് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നത്, അതിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്താകുമ്പോൾ അതിൽ കൃത്യമായും മറുപടി പറയേണ്ടത് നേതൃത്വം തന്നെയാണ്. ഈ സർക്കാരിൻ്റെ ഒരു പ്രതിനിധി കൂടെയാണ് MM മണി. മുൻ മന്ത്രിയായിരുന്നു, MLA ആണ്. അത്തരത്തിലുള്ള പദവികളൊക്കെ വഹിക്കുന്ന ഒരാൾ തൻ്റെ വായിൽ നിന്നും ഏത് തരത്തിലാണ് വാക്കുകൾ പുറത്തേക്ക് വരുന്നതെന്ന് ചിന്തിക്കാൻ പോലും തയ്യാറാകാതെ, അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങ് വിളിച്ചു പറയുക എന്നുള്ളതാണ്. അത് സ്വാഭാവികമായും നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. അതൊരു പാർട്ടിയുടെ ആ ഒരു പ്രവർത്തന രീതിയിലുള്ള, അല്ലെങ്കിൽ തങ്ങൾ പ്രവർത്തിച്ചു വന്ന ആ ഒരു പശ്ചാത്തലം അനുസരിച്ചാണ് വായിൽ നിന്നും ആ വാക്കുകൾ പുറത്തേക്ക് വരുന്നത്. അതെന്നും CPM സ്വീകരിച്ചിരുന്നത് ഹൈന്ദവ വിരുദ്ധ നിലപാട് തന്നെയാണ്. അതിപ്പോൾ മാത്രമല്ല, മുൻകാലഘട്ടങ്ങളിലും വ്യക്തമാണ്. MM മണിയെ സംബന്ധിച്ചിടത്തോളം ഇതിനിയും ആവർത്തിക്കുമെന്നതിൽ മാറ്റമില്ല. കാരണം MM മണിക്ക് ഇപ്പോൾ പറഞ്ഞ കാര്യം അത് വീണ്ടും പറയാൻ ഒരു മടിയുമില്ല. കാരണം തന്നെ ആരും ചോദ്യം ചെയ്യാനില്ല എന്നുള്ള ഒരു ധൈര്യം MM മണിക്കുണ്ട്. ഈ ഹൈന്ദവ വിശ്വാസികളെ അവഹേളിച്ചു കഴിഞ്ഞാൽ താൻ ആരോടും മാപ്പ് പറയേണ്ടി വരില്ല എന്നുള്ള ഒരു കാര്യമാണ് MM മണിയെ സംബന്ധിച്ചിടത്തോളം. അതാണ് മനോജ്, അത് മണിയെ സംബന്ധിച്ച് മാത്രമല്ല, നമുക്കറിയാം ഈ ഇടത് വലത് മുന്നണികളിലെ പല നേതാക്കളെ സംബന്ധിച്ചിടത്തോളവും അത്തരമൊരു ധാരണ വച്ചു പുലർത്തുന്നുണ്ട്. ഹൈന്ദവ വിശ്വാസങ്ങളെ നിരന്തരം അവഹേളിച്ചാലും ആരും ചോദ്യം ചെയ്യാനില്ല എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ കൃത്യമായി തന്നെ വിശ്വാസികളുടെ ഭാഗത്ത് നിന്ന് അതിനൊക്കെ മറുപടി വരുന്നുണ്ട്. അവർ ഒരു തെരഞ്ഞെടുപ്പ് കാലം വരാനായി കാത്തിരിക്കുന്നുണ്ട്, കൃത്യമായ പ്രതികരണം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹൈന്ദവ വിശ്വാസങ്ങളെ, അല്ലെങ്കിൽ ഹൈന്ദവ വിശ്വാസങ്ങളെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള എല്ലാ പരാമർശങ്ങളും ഇനി ഇത്തരം ജനപ്രതിനിധികൾ മാന്യമായ രീതിയിൽ തന്നെ ആകണം സംസാരിക്കേണ്ടത്, കൈകാര്യം ചെയ്യേണ്ടത്. അതല്ല മറിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അഭിപ്രായമോ പരാമർശമോ അവരുടെ ഭാഗത്തു നിന്നുണ്ടായാൽ അതിന് തക്കതായ ഒരു താക്കീത് വിശ്വാസികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന് തന്നെയല്ലേ അത് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെയല്ലേ വലിയ രീതിയിലുള്ള ജനരോഷം നമുക്കറിയാം. യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് അന്നു മുതൽ തുടങ്ങിയിട്ടുണ്ട് ജനങ്ങൾ പ്രതികരിക്കാൻ. അത് ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇവർക്കെല്ലാവർക്കും അതൊരു താക്കീത് കൂടിയാകുകയല്ലേ ഈ ജനരോഷം. തീർച്ചയായും അത് സ്വാഭാവികമായും ഈ ഹൈന്ദവ വിശ്വാസികൾ മാത്രമല്ല, അതായത് പൊതുജനങ്ങൾക്കും ഈ കാര്യങ്ങൾ, അതായത് വിശ്വാസികളല്ലാത്തവർക്ക് പോലും സർക്കാർ ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാടിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട്. അതോടൊപ്പം തന്നെ CPM നേതാക്കളുടെ ഇത്തരം വാക്കുകളിലും അവർ പ്രതികരിക്കുന്നുണ്ട്. ഒരു വിശ്വാസത്തെ മാനിക്കുന്നില്ല എങ്കിൽ പോലും ആ വിശ്വാസത്തെ ഇങ്ങനെ എതിർത്ത് പറയുക, അല്ലെങ്കിൽ അതിനെ അവഹേളിക്കുക എന്നുള്ളൊരു സമീപനം വച്ചു പുലർത്തുന്ന ആളുകളാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നത്. സ്വാഭാവികമായും നമ്മുടെ സമൂഹത്തിൽ പലതരത്തിലുള്ള മതവിശ്വാസികളുണ്ട്, ദൈവവിശ്വാസികളുണ്ട്, ദൈവവിശ്വാസികളല്ലാത്ത നിരീശ്വരവാദികളുണ്ട്. എന്നാൽ പോലും മറ്റൊരു മതവിശ്വാസത്തെ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ആളുകൾ വിശ്വസിക്കുന്ന അവരുടെ ആരാധനാ മൂർത്തിയെ ഒരിക്കലും തന്നെ അവഹേളിച്ച് പറയാൻ ഒരു ഇത്തരത്തിലുള്ള പൊതു മധ്യത്തിൽ ഈ ജനപ്രതിനിധിയായിരിക്കുന്ന, അല്ലെങ്കിൽ ഈ പൊതുപ്രവർത്തനം നടത്തുന്ന ആരും തയ്യാറാവില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം സംസ്കാരമുള്ള ഒരു ജനപ്രതിനിധികളും ഒരു വിശ്വാസത്തെയും അവഹേളിച്ചുകൊണ്ട് ഇങ്ങനെ പറയില്ല. അതിൽ തന്നെ നമുക്ക് വ്യക്തമാണ് എത്രത്തോളമാണ് MM മണിയുടെ വാക്കുകളെന്നത്. എന്തായാലും ഈ ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് അതിൽ ഒരു തെറ്റിദ്ധാരണ പടർത്തുന്ന മറ്റൊരു കാര്യം കൂടെയാണ് MM മണി പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ് സ്ത്രീക്ക് അവിടെ നിരോധനം എന്നുള്ള ഒരു വാക്ക് അദ്ദേഹം പ്രയോഗിച്ചിട്ടുണ്ട്. ഒരിക്കലും സ്ത്രീകൾ ശബരിമലയിൽ പോകാതിരുന്നിട്ടില്ല. അതിപ്പോൾ നമുക്കറിയാം, ഇന്നും ഈ ശബരിമല നട തുറന്നിരിക്കുമ്പോഴും അവിടെ അമ്മമാരും ഒരുപാട് പേരും പോകുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് ഒരു ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആചാരങ്ങളുള്ളത്, അതിനെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഓരോ അയ്യപ്പ ഭക്തരും അവിടേക്ക് എത്തുന്നത്. പക്ഷേ അതിലൊരു പ്രാഥമികമായിട്ടുള്ള ഒരു ധാരണ പോലും ഇല്ലാതെ ഏതെങ്കിലും തരത്തിൽ വിളിച്ചു പറയുക എന്നുള്ളതാണ് ഈ CPM നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. എന്താണ് അവിടെയുള്ള ആചാരം, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ആചാരം
പുലർത്തുന്നത് എന്നുള്ള കാര്യം പോലും അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ പോലും അറിയാതെയാണ് അതിനെ മുഴുവനായും, അതായത് ഒരു സ്ത്രീ സമൂഹത്തെ തന്നെ ശബരിമലയിലേക്ക് കയറ്റാറേ ഇല്ല എന്നുള്ള രീതിയിലുള്ള ഒരു പ്രചരണം നടക്കുന്നത്. അതിന്മേൽ ഈ വിശ്വാസികളെയും അയ്യപ്പനെയും അവഹേളിച്ചുകൊണ്ടുള്ള പരാമർശം കൂടെ നടത്തിയിരിക്കുന്നത്. ശരി മനോജ്, എന്തായാലും വിശ്വാസികളെയും അയ്യപ്പനെയും അവഹേളിച്ച് അധിക്ഷേപ പരാമർശമാണ് എം മണി MLA നടത്തിയിരിക്കുന്നത്. അയ്യപ്പനെ ഒരു സ്ത്രീ പ്രസവിച്ചതല്ലേ എന്നും ആരും ഛർദ്ദിച്ചതല്ലോ എന്നുമായിരുന്നു എം മണിയുടെ വാക്കുകൾ. ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സ്വകാര്യ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഈ പരാമർശം ഉണ്ടായിരിക്കുന്നത്. യുവതീ പ്രവേശന വിഷയത്തിൽ സർക്കാർ വിശ്വാസികളെ കബളിപ്പിക്കുന്ന നിലപാട് തുടരുന്നതിനിടെയാണ് എം മണിയുടെ ഈ അധിക്ഷേപ പരാമർശം എന്നുള്ളതാണ്. നമുക്ക് മറ്റു വാർത്തകളിലേക്ക് എത്താം. അതിനു മുൻപ് ഒരു ചെറിയ ഇടവേള. ദിലീപ്സ് ആർക്കേസ് സ്റ്റഡി അബ്രോഡ്. Europe is the hope. Dileep's Arcase is the path. ആദ്യം തീരുമാനമെടുക്കുന്നവർ എവിടെയും മുന്നിലായിരിക്കും. ദിലീപ്സ് ആർക്കേസ് സ്റ്റഡി അബ്രോഡ്. ഗോപു നന്ദില ജിമാർട്ടിൽ നിന്ന് AC-കളും ഗൃഹോപകരണങ്ങളും വാങ്ങുമ്പോൾ ചില്ലാക്സ് ഓഫർ നറുക്കെടുപ്പിലൂടെ നേടാം 5 ടാറ്റ പഞ്ച് കാറുകൾ. ടോയ്ലറ്റ് എവിടെ? ഹാർട്ട് അറ്റാക്ക്. എന്താ ടോയ്ലറ്റ് വൃത്തിയാക്കിയില്ലേ? പുതിയ ജോലി, പുതിയ ജീവിതം. ഹാർപ്പിക്കിന്റെ സബ്സ്ക്രിപ്ഷൻ വാങ്ങൂ. ഇത് ഓരോ ഫ്ലഷിനൊപ്പം ടോയ്ലറ്റ് വൃത്തിയാക്കി സൂക്ഷിക്കും 1 മാസം വരെ. ഹാർപ്പിക് ഫ്ലഷ് മാറ്റിക് സബ്സ്ക്രിപ്ഷൻ. എന്നാൽ നമുക്ക് ഇന്ത്യയുടെ മൂല്യങ്ങളെയും വൈറലാക്കാം. ഇന്ത്യയുടെ സ്വാദ് രുചിച്ചുകൊണ്ട്. ലക്ഷ്മി, ആഹാരം. മകനെ, അമ്മ എന്ന് പറയൂ. ആഹാരം വാരിത്തരുന്നവരെ നമ്മൾ അമ്മ എന്ന് വിളിക്കുന്നു. ഈ മൂല്യങ്ങൾ മറക്കുന്നില്ല, വൈറലാക്കുന്നതേയുള്ളൂ. ഇന്ത്യ ഗേറ്റ് ബാസ്മതി റൈസ്. വരൂ, ഇന്ത്യയുടെ സ്വാദ് രുചിക്കാം. ഹായ്, ഞാൻ അങ്കുഷ്. അസിഡിറ്റിയുടെ എരിച്ചിലിന്റെ സ്ഥിരം ഇര. നെഞ്ചെരിച്ചിൽ, പുളിച്ചു തികട്ടൽ, വയറെരിച്ചിൽ, അസ്വസ്ഥത. ഈ അസിഡിറ്റിയുടെ എരിച്ചിലിന് നിരവധി പരിഹാരങ്ങൾ നിർദ്ദേശിക്കപ്പെട്ടു. എല്ലാം പരീക്ഷിച്ചിട്ടും ആശ്വാസം ഉണ്ടായില്ല. അതിനുശേഷമാണ് ഡോക്ടർ പറഞ്ഞത് ഗാവിസ്കോൺ ഉപയോഗിച്ചു നോക്കാൻ. അസിഡിറ്റിയുടെ എരിച്ചിലിന്റെ എല്ലാ ലക്ഷണങ്ങളും അപ്രത്യക്ഷമായി. അതിനുശേഷം ഗാവിസ്കോൺ എന്റെ ബാഗിൽ എപ്പോഴും ഉണ്ടാകും. ശരിക്കും അസിഡിറ്റിയുടെ എരിച്ചിലിന്റെ യഥാർത്ഥ പരിഹാരം ഗാവിസ്കോൺ. ഇപ്പോൾ വി കുഞ്ഞികൃഷ്ണൻ പയ്യന്നൂരിൽ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയത്തിലേക്ക്. ഒരു ഇടതുപക്ഷക്കാരനായി ഞാൻ കാണുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ഒരിടതുപക്ഷക്കാരൻ്റെ ഭാഗത്ത് നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത വിധത്തിലുള്ള സമീപനമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഞാൻ എൻ്റെ പുസ്തകത്തിൽ സൂചിപ്പിച്ചതുപോലെ ഒരു ബൂർഷ്വാ രാഷ്ട്രീയ നേതാവിൻ്റെ സമീപനമാണ് അദ്ദേഹം എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോഴും അതുതന്നെയാണ് സ്വീകരിക്കുന്നത്. ഇടതുപക്ഷ മനസ്സുള്ള ഒരാൾക്ക് എങ്ങനെയാണ് രക്തസാക്ഷി ഫണ്ട് അപഹരിക്കാൻ സാധിക്കുക? രക്തസാക്ഷികൾ എന്നത് അവർക്ക് നൽകാൻ സാധിക്കുന്ന ഏറ്റവും വിലപ്പെട്ട ജീവൻ പ്രസ്ഥാനത്തിന് വേണ്ടി നൽകിയിട്ടുള്ളവരാണ്. അങ്ങനെ നൽകിയവരുടെ കുടുംബം അനാഥമാകാൻ പാടില്ല എന്ന നിലയിലാണ് രക്തസാക്ഷി കുടുംബങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി ഫണ്ട് പിരിക്കുന്നതിന് എല്ലാ കാലത്തും ഇടതുപക്ഷം സന്നദ്ധമായിട്ടുള്ളത്. അങ്ങനെ പിരിച്ച ഫണ്ടിൽ പോലും വെട്ടിപ്പ് നടത്തുന്ന ഒരാളെ എങ്ങനെയാണ് ഇടതുപക്ഷക്കാരനായി അംഗീകരിക്കാൻ സാധിക്കുക? അതുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണ് എങ്കിലും അദ്ദേഹത്തെ ഒരു ഇടതുപക്ഷക്കാരനായി, ഇടതുപക്ഷ നിലപാടുള്ള ഒരാളായി കാണാൻ സാധിക്കില്ല എന്ന് ഞാൻ സൂചിപ്പിക്കുന്നത്. പയ്യന്നൂരിലെ ഇടതുപക്ഷത്തെ, അതിന് നേതൃത്വം കൊടുക്കുന്ന CPM-നെ മാഫിയ സംഘങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കുന്ന നിലപാടാണ് കുറച്ചു കാലമായി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്.
ആ മാഫിയ സംഘത്തിൻ്റെ കൈകളിൽ നിന്ന് പയ്യന്നൂരിലെ